എട്ടാമതായി ആഹാരങ്ങൾ വിലങ്ങനെ സഞ്ചരിക്കുന്ന പക്ഷിമൃഗാദികളുടെ സൃഷ്ടിയാണ്. അവ 28 എണ്ണമാണ് എന്ന് കരുതപ്പെടുന്നു. മണത്തുകൊണ്ട് മനസ്സിലാക്കുന്ന അവയ്ക്ക് കഴിഞ്ഞുപോയവയെപ്പറ്റി ഓർക്കാൻ കഴിയില്ല. അവ അജ്ഞത അധികരിച്ചവയും ദീർഘാലോചന ഇല്ലാത്തവയുമാകുന്നു. അവയിൽ പശു, ആട്, പോത്ത്, കൃഷ്ണമാൻ, സൂകരം, കാട്ടുപോത്ത്, കലമാൻ, ചെമ്മരിയാട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങൾ ഇരട്ടക്കുളമ്പുള്ളവയാണ്. അതുപോലെ കുതിര, കഴുത, കോവർ കഴുത, വെള്ളിമാൻ, എട്ടടിമാൻ, ചമരിമാൻ എന്നിവ ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങളാണ്. അല്ലയോ വിതുരരെ, ഇനി 5 നഖങ്ങളുള്ളവയെക്കുറിച്ച് കേട്ടുകൊള്ളുക. നായ, കുറുക്കൻ, ചെന്നായ, കടുവ, പൂച്ച, മുയൽ, മുള്ളൻ പന്നി, സിംഹം, കുരങ്ങ്, ആന, ആമ, ഉടുമ്പ് കൂടാതെ മുതല തുടങ്ങിയ ജലജന്തുക്കളും, കൊക്ക്, കഴുകൻ, വാത്ത്, പരുന്ത്, പ്രാപ്പിടിയൻ, ഭല്ലൂകം, മയിൽ, അരയന്നം, വെള്ളിൽ ചക്രവാകം, കാക്ക, കൂമൻ തുടങ്ങി ആകാശചാരികളും ആകുന്നു. 9ാമതായി സൃഷ്ടിക്കപ്പെട്ടത് ആഹാരങ്ങൾ കീഴോട്ട് സഞ്ചരിക്കുന്ന മനുഷ്യരുടേതാണ്. വിതുരരെ, അവർ ഒരേ വിധമാണ്. അവർ രജോ ഗുണം കൂടിയവരും കർമ്മതൽപരരും ദുഃഖത്തിലും കൂടി സുഖം കരുതുന്നവരുമാണ്. ഇപ്പറഞ്ഞവയും ദേവഗണങ്ങളുടെ സൃഷ്ടിയും വൈകൃത സൃഷ്ടികളാണ്. അല്ലയോ സജ്ജനങ്ങളിൽ ശ്രേഷ്ഠനായവനെ, ഇന്ദ്രിയങ്ങൾക്ക് വികാരങ്ങൾ നൽകപ്പെടുന്ന ദേവന്മാരുടെ സൃഷ്ടി മുന്നേ പറഞ്ഞതാണ്. സനൽകുമാരന്മാരുടെ സൃഷ്ടിയാവട്ടെ പ്രാകൃതവും വൈകൃതവും കൂടിച്ചേർന്നതാവുന്നു. ദേവന്മാരുടെ സൃഷ്ടിയും 8 പ്രകാരമാണ്. വിബുധന്മാർ, പിതൃക്കൾ, അസുരന്മാർ, ഗന്ധർവന്മാരും അപ്സരസ്സുകളും, യക്ഷന്മാരും രക്ഷസുകളും, സിദ്ധന്മാരും ചാരണന്മാരും, വിദ്യാധരന്മാരും ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചങ്ങളും കിന്നരന്മാരും. അല്ലയോ വിതുരരെ, ലോകസൃഷ്ടാവിനാൽ നിർമ്മിക്കപ്പെട്ട 10 വിധത്തിലുള്ള സൃഷ്ടികളെ അങ്ങേക്ക് ഇതോടെ ഞാൻ പറഞ്ഞു തന്നു. ഇനി വംശങ്ങളെയും മന്വന്തരങ്ങളെയും കുറിച്ച് വിശദമായി പറയാം. ഇപ്രകാരത്തിൽ സത്യസങ്കൽപ്പനായ ഭഗവാൻ കൽപ്പങ്ങളുടെ ആരംഭങ്ങളിൽ വർദ്ധിച്ച രജോഗുണത്താൽ സ്വയംഭൂവായി സൃഷ്ടികർത്താവിൻ്റെ രൂപത്തിൽ താൻ തന്നെ കൊണ്ട് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നു. ഇതോടുകൂടി 3ാം സ്കന്ധത്തിലെ 10ാം അധ്യായം കഴിഞ്ഞു.